കൊച്ചി നഗരത്തിലെ രൂക്ഷമായ കുടിവെള്ള പ്രതിസന്ധിക്ക് ശാശ്വത പരിഹാരം കാണുന്നതിനായി ആലുവയിൽ 190 MLD ശേഷിയുള്ള പുതിയ ജലശുദ്ധീകരണശാല സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ വേഗത്തിലാക്കുമെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി മോൻസ് ജോസഫ്. വിശാല കൊച്ചി മേഖലയിലെ കുടിവെള്ള പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് എറണാകുളം MLA TJ വിനോദ് നിയമസഭയിൽ ഉന്നയിച്ച സബ്മിഷനിൽ മറുപടിയായിട്ടാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. കൊച്ചി നഗരത്തിലും സമീപ പ്രദേശങ്ങളിലുമുള്ള രൂക്ഷമായ കുടിവെള്ള പ്രതിസന്ധിക്ക് ശാശ്വത പരിഹാരം കാണുന്നതിനായുള്ള നടപടികൾ വേഗത്തിലാക്കുമെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി മോൻസ് ജോസഫ് നിയമസഭയിൽ അറിയിച്ചു. എറണാകുളം MLA TJ വിനോദ് നിയമസഭയിൽ ഉന്നയിച്ച ശ്രദ്ധ ക്ഷണിക്കലിന് മറുപടിയായാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. കൊച്ചി കോർപ്പറേഷനും സമീപത്തെ 5 മുനിസിപ്പാലിറ്റികളും 13 പഞ്ചായത്തുകളും ഉൾപ്പെടുന്ന വിശാല കൊച്ചി മേഖല നേരിടുന്ന കുടിവെള്ള പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടാണ് MLA TJ വിനോദ് വിഷയം നിയമസഭയിൽ അവതരിപ്പിച്ചത്. താൽക്കാലികമായി ജലവിതരണം ക്രമീകരിക്കുന്നതിനായി നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും വാട്ടർ അതോറിറ്റിയുടെ സ്ഥലത്ത് 25 MLD ശേഷിയുള്ള പമ്പും 25 MLD ശേഷിയുള്ള ഉന്നത ജലസംഭരണിയും നിർമ്മിക്കുന്നതിന് 30 കോടി രൂപയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കിയതായിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. കുടിവെള്ള പ്രതിസന്ധിക്ക് ശാശ്വത പരിഹാരം കാണുന്നതിനായുള്ള ആലുവയിൽ 190 MLD ശേഷിയുള്ള പുതിയ ജലശുദ്ധീകരണശാല സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ വേഗത്തിലാക്കുമെന്നും മന്ത്രി പറഞ്ഞു. 523 കോടി രൂപ ചെലവിൽ നടപ്പാക്കുന്ന ഈ പദ്ധതി ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ സഹായത്തോടെയുള്ള കേരള അർബൻ വാട്ടർ സർവീസ് ഇംപ്രൂവ്മെന്റ് പ്രോജക്റ്റിൽ ഉൾപ്പെടുത്തിയതായും വിശദമായ പദ്ധതി റിപ്പോർട്ട് അംഗീകരിച്ചിട്ടുണ്ടെന്നും അന്തിമ ഭരണാനുമതിക്കായി നടപടികൾ പുരോഗമിക്കുകയാണെന്നും മന്ത്രി അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കാലത്തിന്റെ മാറ്റങ്ങളെ ഉൾക്കൊണ്ട് പുതിയ തലമുറയെ കരുത്തരാക്കുന്ന വിദ്യാഭ്യാസം, അതാണ് മൗണ്ട് കാർമൽ കോളേജ് കറുകടം നൽകുന്നത്. നോ ഡൊണേഷൻ, യൂണിവേഴ്സിറ്റി ഫീ മാത്രം. അർഹരായ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ്, ഹോസ്റ്റൽ സൗകര്യം ലഭ്യമാണ്. നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ശരിയായ ദിശ നൽകാൻ മൗണ്ട് കാർമൽ കോളേജ് കറുകടം.